ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു 10-20 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയാണ്. ഈസിയാണ്, ഒരുപാട് നേരം വഴറ്റുമൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നന്നായിട്ട് കഴുകി നല്ല വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, പിരിയം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഒരു പകുതി നാരങ്ങ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടുതൽ എത്ര നേരം വെച്ചാലും ഈ ഒരു മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ എത്ര നേരം വേണേൽ വെക്കാൻ പറ്റുക അത്ര നേരം വെക്കുക കേട്ടോ. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. കറി റെഡിയാക്കുന്നത് ഇതുപോലൊരു പാനിലാണ്. നിങ്ങൾക്ക് ചട്ടിയിൽ ഉണ്ടാക്കാം, അതുപോലെ കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രത്തിലാണോ അതിൽ നമുക്ക് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ആവശ്യമില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ഓയിലിനെക്കാട്ടിലും ഈ ഒരു ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യുക. ഒരു 3-4 മിനിറ്റിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ വശവും ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ആയി വരണ്ട. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത് ഇടാം. ഇതിപ്പോൾ ഞാൻ കുത്തി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ചോപ്പർ യൂസ് ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, അതുപോലെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 750 ഗ്രാം ചിക്കൻ്റെ അളവാണ്. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയം വെക്കേണ്ടത്. നല്ല ചൂടുള്ളതിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവാളയും തക്കാളിയും ഒക്കെ ഇട്ടതിന് ശേഷം ഇത് ഒരുപാട് നേരം വെക്കേണ്ട. ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ സമയം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ആവശ്യത്തിന് മാത്രം ചേർക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെയാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയും അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ. ഇനി നിങ്ങൾക്ക് ചിക്കൻ മസാല ഈ ഒരു സമയത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ മസാലയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ലൊരു ഗരം മസാല ചേർത്താൽ തന്നെ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചിക്കൻ മസാല ഉള്ളവർ ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ് ഗരം മസാലയ്ക്ക് പകരമായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ നോർമൽ പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കണം എന്നുള്ളവർക്ക് അത് ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരുപാട് നേരിട്ട് മിക്സ് ചെയ്യേണ്ട. ചിക്കൻ ഓൾറെഡി വെന്തതാണ്, നല്ലോണം ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം വേവൊന്നുമില്ല. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ചെറിയ തീയിലിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇത് വേവിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ആ ചിക്കനിലേക്ക് ആ ഒരു മസാലയും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം എടുത്തതാണ്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ വെള്ളം ഇല്ലായില്ല കേട്ടോ, കുറച്ച് ഗ്രേവി ഉണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ഗ്രേവിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം പോലെ എടുക്കരുത്. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് എടുക്കുന്നതായിരിക്കും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക്